ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ശോചനീയമായ ഒരു സാഹചര്യം കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെതന്യാഹുവിനെ പോലെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നത്. കാരണം നെതന്യാഹു ആ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കളോട് ഏത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ആ രൂപത്തിൽ ഒരു എത്തിച്ചേരലിലേക്ക് പോകുന്നത്. കാരണം എപ്പോഴും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഏത് കൊലക്കൊമ്പനായിരുന്നാലും ശരി, ഇസ്രായേലിനെതിരെ ഇരുന്ന് ഏതെങ്കിലും രൂപത്തിൽ കൊലവിളിക്കുന്ന ആര് ലോകത്തിൻ്റെ ഏത് നെറുകയിലായിരുന്നാലും ശരി, വകവരുത്തത്തക്ക രൂപത്തിൽ മൊസാദിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് നെതന്യാഹു. അതുകൊണ്ട് ഇവരുടെ ഒരു പണിയും അവിടെ നടക്കില്ല. അതുകൊണ്ടാണ് ഇറാൻ്റെ അകത്ത് ഭൂമിക്കടിയിൽ അറകളുണ്ടാക്കി അതിനകത്ത് പോയിരുന്ന ഭീകരന്മാരെ പോലും വകവരുത്തിയ ടീമാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നും, എന്തുകൊണ്ടാണ് മോദി കുറേ ആയിട്ട് മോദിജി എടുക്കുന്ന സമീപനങ്ങൾ വളരെ സമാധാനത്തോടു കൂടിയുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ഗാലറിയിൽ ഇരുന്ന് എന്തും വിളിച്ച് പറയാം. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒരു സംഗതിയല്ല. നമുക്ക് നിർദ്ദേശങ്ങൾ വയ്ക്കാം, അങ്ങനെ ആകാമായിരുന്നു, ഇങ്ങനെ ആകാമായിരുന്നു എന്ന്. നരേന്ദ്രമോദി നല്ല ഒരു രാഷ്ട്രീയക്കാരനാണ്, കറകളഞ്ഞ രാജ്യസ്നേഹിയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മളാരും പറയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശികളുണ്ട്. രാജ്യത്തെ സേവിക്കുന്ന അനേകായിരം സംവിധാനങ്ങൾ ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിലുണ്ട്. അതൊക്കെ അനുസരിച്ചിട്ട് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. പക്ഷേ പലപ്പോഴും ഈ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും സോണിയയും ഒക്കെ ഈ രാജ്യത്തോട് ചെയ്ത ആ നീതികൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാണ്. വഖഫിലൂടെയും മറ്റുമൊക്കെ എന്താണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്? മൻമോഹൻ സിംഗിന്റെ പ്രകടന പത്രികയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാണ്, ഈ രാജ്യത്തിൻ്റെ സമ്പത്തു വരെ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയത്തക്ക രൂപത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ അധപ്പതിച്ചു പോയോ എന്ന് നമുക്ക് തോന്നുവാണ്. ഈ രാജ്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളിൽ പ്രധാനിയാണ് നരേന്ദ്രമോദി. നമുക്കറിയാം, ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചു പോകുവാണ്, ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളോട് കൃത്യമായ രൂപത്തിൽ ശക്തമായ മാതൃകാപരമായിട്ടുള്ള നിയമ നടപടികൾ കൈക്കൊണ്ടുകൂടി എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അമിത്ഷാ ആണെങ്കിലും അതെ, ഇപ്പോൾ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി അല്ല വരേണ്ടത്, ആ നിയമം തന്നെ ഇല്ലാതാക്കലാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ വേണ്ടത് എന്ന രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടാകുന്നത്. കുറേ വഖഫ് ബോർഡിൻ്റെ ആളുകൾ യുപിയിലേക്ക് പോയി. അവരറിഞ്ഞില്ല ഇത് UP ആണെന്ന്. UP ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ വോൾട്ടേജ് പോയ വെട്ടമില്ലാത്ത പട്ടമായി വഖഫ് ബോർഡ് പാറി നടക്കുക UP മൊത്തം. ഏതെങ്കിലും ഒരു പള്ളി ഒന്ന് പിടിക്കണ കണ്ടില്ലേ? സംഭാലില്, UPയുടെ അണ്ടറില സംബാൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ആ ജുമാ മസ്ജിദിനകത്ത് ശിവലിംഗമുണ്ട്. അത് ക്ഷേത്രമാണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവും കൊണ്ടുവരുമ്പോൾ അവിടെ കയറി പാണ്ടിലോറിക്ക് മുമ്പിൽ മസില് പിടിച്ചു നിൽക്കുന്ന തവളകളെ പോലെ കുറേ എണ്ണം നിന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് 4 മൂക്കിൽ പഞ്ഞി വെച്ച് കിടത്തി കഴിഞ്ഞപ്പോൾ മറ്റവരൊക്കെ ഒതുങ്ങി. അതാണ് യോഗിയോട് ഇവരുടെ ഒരു നിലയും നടക്കില്ല. ഇപ്പോൾ ബുൾഡോസർ രാജിനെ നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ശരി, ബുൾഡോസർ വേണ്ടെങ്കിൽ വേണ്ട, അതുക്കും മേലെയാണ് യോഗിയുടെ തീരുമാനം. സംബാൽ മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള കലാപത്തിൽ യോഗി ആദിത്യനാഥ്
നടപടി തുടങ്ങി എന്ന വാർത്ത ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടതാണ്. എന്നാൽ ഇപ്പോൾ ബുൾഡോസർ അല്ല, അതുക്കും മേലെയാണ് യോഗി ആദിത്യനാഥിന്റെ അവിടെയുള്ള നടപടിക്രമങ്ങൾ എന്ന് നമുക്ക് അറിയാനായി സാധിക്കുന്നു. സംഭാലിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വ്യാപകമായിട്ടുള്ള അനധികൃത കയ്യേറ്റങ്ങളുണ്ട്. പോലീസിന് പോലും അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മതമൗലികവാദികളെല്ലാം തന്നെ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. പോരാത്തതിന് ഗുണ്ടായിസം, കൊള്ള, കൊല അങ്ങനെയുള്ള പല വലിയ റൗഡി ഗ്രൂപ്പുകളും സംഭാലിൽ വിഹരിക്കുന്നുണ്ട്. കാരണം അവിടെ ഉള്ളതൊക്കെ നമ്മുടെ കാക്ക കുഞ്ഞുങ്ങളാണ്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാൽ നമ്മുടെ പള്ളിയാണല്ലോ ഇവരിപ്പോൾ പൊളിക്കാൻ വരുന്നത് എന്ന രൂപത്തിലാണ് ഒരു ചെവിയിൽ നിന്നും മറ്റേ ചെവിയിലേക്ക് കേട്ട് 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 അവസാനം എത്തുമ്പോഴേക്ക് ഇവര് അക്രമകാരികളായിട്ട് മാറുവാണ്. 1921 ഈ നാട്ടിൽ നടന്ന മലബാർ കലാപമുണ്ടല്ലോ, അതും ഇതുപോലെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന്മാർ അവരുടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചത്. അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് സംഭാലിലും നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അതായത് സംഭാലിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കയ്യേറ്റങ്ങളും വൈദ്യുതി, വെള്ളം, മോഷണവുമാണ്. ഇത് സർക്കാർ ഖജനാവിനെ വരുത്തി വയ്ക്കുന്ന വലിയ രീതിയിലുള്ള ബാധ്യത ചെറുതല്ല. ഇപ്പോഴിതാ യോഗി ആദിത്യനാഥ് ശക്തിയുക്തം അതിനെ എതിർത്തുകൊണ്ട്, ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ട് സകല കയ്യേറ്റങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കാൻ നിലപാട് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ തീരുമാനം പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോ യോഗി ആദിത്യനാഥിനെ പോലെ ഒരു പ്രധാനമന്ത്രി ആയിരിക്കണം ഈ സ്വതന്ത്ര ഭാരതം ഭരിക്കേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം UP-യിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് UP-യെ ഉടച്ചു വാർക്കുകയായിരുന്നു യോഗി ചെയ്തത്. ഇനി MP അല്ല, മന്ത്രിയല്ല, അതുക്കും മേലെയുള്ള ആളുകളാണെങ്കിലും ശരി, രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ പണം കായ്ക്കുന്ന മരമാണെങ്കിലും ശരി, പുരയ്ക്കുമേലെ ചാഞ്ഞാൽ മുറിക്കണം എന്നുള്ള നിഷ്കർഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് യോഗി ആദിത്യനാഥ്. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് ഒരു നെതന്യാഹു, അതല്ലെങ്കിൽ ഒരു യോഗി ആദിത്യനാഥൊക്കെയാണ് ഈ രാജ്യം ഭരിക്കേണ്ടതെന്ന്. മേലെ ഇപ്പോൾ സംഭാലിൽ യോഗി പൂർണ്ണമായിട്ടുള്ള ആക്ഷൻ മോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സംഭാലിലുള്ള വൻ വൈദ്യുതി മോഷണം, വൈദ്യുതി വകുപ്പിന്റെ കണക്കനുസരിച്ച് 13 മുതൽ 14 കോടി രൂപയുടെ വൈദ്യുതി മോഷണമാണ് അവിടെ വാർഷികമായി ഉണ്ടാകാറുള്ളത്. ഇപ്പോഴിതാ ആ വൈദ്യുതി മോഷണം എല്ലാം കട്ട് ചെയ്യാൻ, അതായത് അനധികൃതമായിട്ട് ആരെങ്കിലും വൈദ്യുതി മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കട്ട് ചെയ്തോളാനാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശം സംഭാലിൽ വന്നിരിക്കുന്നത്. ഈ കലാപകാരികളുടെ വീട്ടിലെ വൈദ്യുതിയും വെള്ളവും കട്ട് ചെയ്യാനുള്ള നിർദ്ദേശവും ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. സംഭാലിനെ വീട് പൊളിക്കുന്നതിനല്ലേ നിയമമുള്ളൂ, ബുൾഡോസർ ഇറക്കാൻ പാടില്ല. അനധികൃതമായി വീടുണ്ടാക്കിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് എല്ലാം പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടപ്പോൾ ബുൾഡോസർ രാജ് പാടില്ല സംസ്ഥാനത്ത് എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു. ഇനി വെള്ളവുമില്ല, വെട്ടവുമില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയണമല്ലോ. ാണെങ്കിൽ അഴുക്ക് ചാലിനോട് ചേർന്നുള്ള കയ്യേറ്റങ്ങൾ, റോഡ് കയ്യേറ്റങ്ങൾ, സർക്കാരിന്റെ ഭൂമി അനധികൃതമായിട്ട് കയ്യേറുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നിരന്തരമായി അവിടെ സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. ജില്ലാ ഭരണകൂടം വെള്ളിയാഴ്ച ചന്ദൌസി നഗരത്തിൽ സമർപ്പിത കയ്യേറ്റം നീക്കം ചെയ്യൽ ക്യാമ്പയിൻ ആരംഭിച്ചു. ഈ ക്യാമ്പയിനിലാണ് ഇപ്പോൾ വൈദ്യുതി കൂടെ കട്ട് ചെയ്ത് കളയാനായിട്ട് യോഗി ആദിത്യനാഥ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നിരവധി പ്രാദേശിക പള്ളികളിലും പാർപ്പിട പ്രദേശങ്ങളിലും നടത്തിയ അപ്രതീക്ഷിത പരിശോധനയിൽ വ്യാപകമായി വൈദ്യുതി മോഷണം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് അവിടെയുള്ള ഈ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. യോഗിയുടെ പോലീസും അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയതനുസരിച്ച് ഇനിയും നിങ്ങളുടെ മോഷണം അവിടെ വേണ്ട. വൈദ്യുതിയും വെള്ളവും മോഷ്ടിക്കുന്നത് കൃത്യമായി കണ്ടെത്തിയത് കൊണ്ടാണ് ഇനിയും അനധികൃതമായി നിർമ്മിച്ചുണ്ടാക്കിയ വീടുകളാണെങ്കിൽ പോലും അതിനകത്ത് ഇനി മുതൽ വൈദ്യുതിയും വേണ്ട, വെളിച്ചവും വേണ്ട എന്ന് ബുൾഡോസർ തീരുമാനിച്ചു. ബുൾഡോസർ ബാബ പല കാര്യങ്ങളും, ഇനി രാഷ്ട്രീയം അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ അല്ല, ആരായിരുന്നാലും ശരി, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളോ മക്കളോടുള്ള അതിക്രമങ്ങളോ കാണിച്ചാൽ അതിനെ ഏതു കൊടിയുടെ കീഴിലുള്ള എത്ര വലിയ കൊലക്കൊമ്പനായിരുന്നാലും ശരി, ബുൾഡോസർ ബാബയുടെ പോലീസിന്റെ കൈകൾക്കിരയാകും. കാരണം അയാൾക്ക് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ വിരുദ്ധന്മാർ വരും. നിയമം കയ്യിലെടുക്കണമെന്നല്ല പറയുന്നത്. ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു ബുൾഡോസർ ബാബയെ പോലെ, അതല്ലെങ്കിൽ ബുൾഡോസർ ബാബ തന്നെ സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി വന്നിരുന്നെങ്കിൽ എന്ന്. നന്ദി.